വർഷമാവുകയാണ് നാളത്തെ. എങ്ങനെയാണ് അതിനോട്? തീർച്ചയായിട്ടും ഒരു വർഷം പോയത് അറിഞ്ഞതേ ഇല്ല, ഇത്ര പെട്ടെന്ന് ഒരു വർഷമായി എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ കേരളത്തിലെ മൊത്തം മലയാളികളെയും ഈ നമ്മളെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ, നിങ്ങളെ ചാനലായിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പോരാട്ടമായിന് അത്. ആ പോരാട്ടത്തിന് അന്തിമ വിജയം നമുക്കുണ്ടായി. വളരെയധികം സങ്കടം മറ്റൊരു വിഷയത്തിലുണ്ട്. അർജുന് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ ഫാമിലി നഷ്ടപ്പാട്, അതിൻ്റെ ആ നഷ്ടത്തിൻ്റെ വേദന ഏറ്റവും കൂടുതൽ ആ ഫാമിലിക്ക് തന്നെയാണ്. അവരുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല. മറ്റെന്ത് നഷ്ടങ്ങളും നമുക്ക് നികത്താൻ പറ്റും. ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം വലിയ വലുതാണ്. അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എല്ലാ മനുഷ്യരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്താണ്. നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അർജുനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിനുള്ളൊരു വിങ്ങലുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ തുടക്കം മുതൽ അത് അന്നേരം ആ സമയത്തും കണ്ടതാണ്. കാരണം അർജുൻ എന്നൊരു ജീവനക്കാരൻ, നിങ്ങളുടെ ഒരു ജോലിക്കാരൻ എന്നതിലുപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു മനാഫ്ക കണ്ടിട്ടുണ്ടായത്. തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ 2000 മുതൽ അല്ലെങ്കിൽ 99 മുതൽ ഞാൻ സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പല ടൈപ്പ് ബിസിനസ് ചെയ്യാറുണ്ട്. ഈ ബിസിനസ്സിലൊക്കെ ഒരുപാട് ജോലിക്കാർ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. പല ആരോപണങ്ങളും കേരളത്തിൽ എനിക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ വന്നിട്ട് ഈ മുതലാളി ചെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഞാൻ കാട്ടുകള്ളനാണ്, നക്സലാണ്, ഗാങ്സ്റ്ററാണ്, ഇങ്ങനെ പല ആരോപണങ്ങളും പലരും പറഞ്ഞെങ്കിലും ഒരു തൊഴിലാളി പോലും എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറയില്ല. ഞാൻ ജീവിച്ച കാലം മുതൽ, ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയ മുതൽ തൊഴിലാളികളെ അത്രയധികം ബഹുമാനിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ തന്നെ എന്തായത്, ഒരു മുതലാളി ഒരു തൊഴിലാളിനോട് എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, മുതലാളിയുടെ കടമ എന്താണ്, ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത് ഈ വിഷയത്തിൽ ഇങ്ങനെ ആവണം. അതുപോലെ തന്നെ ഒരു മലയാളി ഏത് നാട്ടിലായിക്കോട്ടെ, ഇപ്പം നമ്മളിപ്പം യമനിൽ ആ ഒരു സ്ത്രീ നിമിഷപ്രിയ ഇന്നോ നാളെ തൂക്കുകയറിന് വിധിക്കപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളെ സമൂഹം മൊത്തം ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ കൂടെ നിന്നല്ലോ, റഹീമിൻ്റെ കൂടെ നിന്ന്. ഇതാണ് മലയാളി ആരതായിക്കോട്ടെ, ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും അതീതമായിട്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് മലയാളികൾ. അതുകൊണ്ടാണല്ലോ നമുക്ക് റഹീമിൻ്റെ കാര്യത്തിലൊക്കെ കോടികൾ പുഷ്പം പോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം. ഇന്നും കർണാടകയിൽ അവിടെ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇവർക്കൊക്കെ മക്കളെ നഷ്ടപ്പെട്ടതുണ്ട്, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടതുണ്ട്. ഇവരൊക്കെ ഈ വിഷയമായിട്ട് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ സമീപിച്ചത് മലയാളികളാണ്. കാരണം അവർക്കറിയാം പ്രതികരണശേഷിയുള്ള ആരെയും കൂസാത്ത ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്. നമുക്കതിന് ഇറങ്ങണം. അപ്പോൾ ഇതന്നെ നമ്മളിപ്പോൾ കർണാടകയിൽ കാർവാർ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്താൽ വന്നതാണ്. എന്താണ് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ പോലീസിൻ്റെ പെരുമാറ്റം, ജില്ലാ ഭരണകൂടത്തിൻ്റെ പെരുമാറ്റം, ഇതൊക്കെ നമ്മളെന്താക്കി വക വെക്കാതെ എല്ലാ യാതനകളും സഹിച്ചിട്ട് നമ്മളെന്താക്കി ആ പോരാട്ടം വിജയത്തിലടിപ്പിച്ച്. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ നീണ്ട 72 ദിവസം, ആ 72 ദിവസവും മനാഫ്ക ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നേരിട്ട് കണ്ടത്. അതെ. അപ്പം ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു നാളുകളെ പറ്റി ഓർക്കുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഏതോ ഒരു ശക്തി എൻ്റെ പിന്നിൽ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നില്ല, ഒരു സംശയവും ഇല്ല. ഞാൻ ഉറങ്ങാത്ത 72 ദിവസം, 72 ദിവസത്തിന് ശേഷം അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഞാനും എൻ്റെ കുടുംബവും ആ ഗംഗാവലി പോയാൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിപ്പോയിന്. അത്രമാത്രം ഇതൊക്കെ ഒരു പാടാണ്. ഇത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി പോയിട്ട് ഇത്രയും പ്രയാസം, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്, അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ അന്ന് ഞാൻ ഈ കേട്ട കുത്തുവാക്കുകൾ കാരണം ഞാൻ എങ്ങാനും
ആ ദൗത്യത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൗത്യം കംപ്ലീറ്റ് ആവില്ല എന്ന് 100% ഉറപ്പാണ്. അന്ന് എന്തോ ഒരു ശക്തി എന്നെ പിന്നോട്ടടിപ്പിക്കാതെ പിന്നെ അർജുൻ്റെ അമ്മ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ അമ്മ തന്ന ശക്തി, പ്രചോദനം, അതൊക്കെ കൂടിയാണ് നമ്മളെ അവസാനം വരെ അവിടെ നിർത്തിയത്. അത്രമാത്രം കുത്തുവാക്കുകൾ കേട്ടിട്ട് ഞാൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാതെ കഴിച്ചിലായി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, നിരുത്സാഹപ്പെടുത്തരുത്, കുത്തുവാക്ക് പറയരുത്, ഇല്ലാ കഥകൾ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ മനക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുത്തുവാക്കുകളും വിമർശനങ്ങളും ഒക്കെ നേരിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലുപരി ഇപ്പോ ആ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മനക്ക് നേരിടുന്നുണ്ട്. ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ അത് ഈ ശിരൂർ എന്നുള്ള ഒരു പ്രചോദനം ഒരുപാട് കാര്യം ഞാൻ ഇതിന്റെ മുന്നേ ചെയ്യാറുണ്ട്, പല ചാനലിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതെ, ഇതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞത് നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അതൊന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആരും അന്വേഷിക്കായിട്ടാണോ എന്നുള്ള അറിയില്ല. നന്മ ചെയ്യാനുള്ള അവസരം എനിക്ക് സമൂഹം തന്ന് ഒരുപാട് പേര് ഇതിന് ശേഷം സഹായിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ശിരൂർ ദുരന്തത്തിൽ നമ്മളെ സഹായിക്കാൻ വന്ന ഒരാളെ പോലും നമ്മൾ എന്താക്കി സഹായിക്കാതെ തിരിച്ചയച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെയുള്ള ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിന്ന മാജിക് മൽപ്പെ എന്ന് ഞാൻ വിളിക്കുന്ന ഈശ്വർ മൽപ്പേൻ്റെ മക്കളെ നമ്മൾ കൊണ്ടുപോയി പിലാമന്തോളിലെ ഹോസ്പിറ്റലിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിലാമന്തോൾ ഹോസ്പിറ്റലുകാർ ആ ചികിത്സ ഏറ്റെടുത്ത് എൻ്റെ കുട്ടികളെ പോലെ തന്നെ ഞാൻ അവിടെ നിന്ന് ആ ചികിത്സക്ക് നേതൃത്വം കൊടുത്തു. ഇന്ന് അതിലൊരു ബ്രഹ്മി എന്ന് പറഞ്ഞിട്ട് അവരെ മോള് ഇന്ന് കൈ പിടിച്ച് എണീച്ച് നടക്കണ മാതിരിയാക്കി. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ഇത്. നമുക്കിത് മാറി നിൽക്കാം, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ വെള്ളത്തിലിറങ്ങി എടുത്തിട്ട് ആരുപോലും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ നമ്മളാൽ കഴിഞ്ഞ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ അവിടെ സഹായിക്കാൻ ഇറങ്ങിയ രേവന്ത് അവൻ്റെ ഓട്ടോറിക്ഷ മാറ്റിക്കൊടുത്ത്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് നമുക്ക് ഒരു ബന്ധമില്ലാത്തതാണ് ജഗന്നാഥൻ്റെ മക്കള്. നമ്മളെ മക്കളെ കല്യാണം നടത്തുന്ന മാതിരി നമ്മൾ ആ കല്യാണത്തിൽ സജീവമായി പങ്കെടുത്ത് വേണ്ടിയ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരും രക്ഷാദൗത്യത്തിന് വന്ന എല്ലാ മനുഷ്യരും ഇതിൽ ആർക്കും ഒന്നും കുറ്റം പറയാനില്ലാത്ത രൂപത്തിൽ എല്ലാവരെയും പരിഗണിച്ച് അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആർക്കും ഒന്നും പറയാനില്ല. അവിടെ രക്ഷാദൗത്യത്തിന് വന്ന ഒരാൾ പോലും മനാഫിനെ പരിഗണിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ രക്ഷാദൗത്യത്തിൽ വന്ന ഒരാളുണ്ടായിരുന്നു, പട്ടാമ്പിക്കാരെ 3 ദിവസം മുന്നേ മരണപ്പെട്ട്. അങ്ങനെ എല്ലാവരെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഈ അർജുന് പുറമെ 11 പേരാണ് അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്കൊന്നും സർക്കാരിന്റെ സഹായങ്ങളൊന്നും എത്തിയില്ല എന്നുള്ളൊരു വാർത്ത. 11 പേർക്കും പണം കിട്ടിയിട്ടുണ്ട്. കർണാടക ഗവൺമെന്റിന്റെ 5 ലക്ഷം പ്രഖ്യാപിച്ച പണം കിട്ടിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ അവിടെ നിരന്തരം പോരാടിയതിൻ്റെ ഒരു അനന്തരഫലമാണ് ജഗന്നാഥൻ്റെ മക്കൾക്ക് 2 മക്കൾക്കും താൽക്കാലിക ജോലിയെങ്കിലും കിട്ടി. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഹൈവേൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരം അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അറിയില്ല, ഞാൻ ആ പണത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്തതിനോട് ഞാൻ അതിൽ കൂടുതൽ ഇതായില്ല. പക്ഷെ ഞാൻ ആ പോരാട്ടത്തിനൊക്കെ ഓരോ കൂടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു സമാധാനവും ഇല്ലാതെ ഇതിൻ്റെ പിന്നിൽ തന്നെ പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദുരന്തം നടക്കാനുള്ള കാരണം മതിയായ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഏരിയ പാർക്ക് ചെയ്യാൻ, ലോറിക്കാർക്ക് പാർക്ക് ചെയ്യാനോ എല്ലാ വാഹനക്കാർക്കും പാർക്ക് ചെയ്യാനുള്ള ഒരു റെസ്റ്റ് ഏരിയൻ്റെ ആവശ്യമുണ്ട്. ഇതുവരെ ഗവൺമെൻറ്റുകൾ വലിയ പണം ടോളായിട്ട് വാങ്ങുന്നുണ്ട്. ഓരോരോ 25, 30, 50 കിലോമീറ്ററിൻ്റെ ഇടയിൽ ദയവ് ചെയ്തിട്ട് റെസ്റ്റ് ഏരിയകൾ കൊണ്ടുവരണം. ഈ ഒരു ദുരന്തത്തിൽ 11 പേരിൽ 4 പേരും ലോറി തൊഴിലാളികളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തികേട് കൊണ്ടാണ് ഈ ലോറി തൊഴിലാളികൾ ഈ റോഡിൻ്റെ മേലെ പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഉറക്ക് എന്ന് പറഞ്ഞ സാധനം നിർബന്ധമാണ്. ഈ ഉറക്കില്ലാതെ ഈ കഴിഞ്ഞ കുറച്ച് മുന്നേ ഒരു തമിഴ്നാട്ടിലെ ഒരു ലോറി കേരളത്തിലുള്ള
റോഡ് സൈഡിൽ കിടന്നുറങ്ങിയ ആളുകളുടെ മേലിൽ കൂടി കയറിയതിൻ്റെ കാരണവും ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. അപ്പം ഡ്രൈവർമാർക്ക് ഉറക്കൊരു അത്യാവശ്യ ഘടകമാണ്. അവരെങ്ങനെ ഉറങ്ങും? ഇവിടെ ഒരു മതിയായ ഒരു പാർക്കിംഗ് ഇല്ല, ഈ വിശ്രമ സ്ഥലം ഇല്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ ഒരു പാർക്കിംഗ് ഏരിയ അനുവദിച്ച് തരണം. ടോള് വാങ്ങുന്നുണ്ട്, വെറുതെ അല്ല. ടോള് വെറും റോട്ടുമ്പോൾ കൂടിയ ഈ ഓടാനുള്ള മാത്രമല്ല, ഇതിന് സൗകര്യം കൂടി തരണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാ അധികാരികളോടും അപേക്ഷിക്കുകയാണ്. Subscribe to One India and never miss an update.